ഹായ്, എൻ്റെ പേര് ഋതുകൃഷ്ണ. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ സെക്കൻഡ് ഇയർ MBBS സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത്രയും കാലം ഇട്ട എഫേർട്ടിൻ്റെ റിസൾട്ട് എല്ലാം കൂടെ നാളെ കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഞാൻ എൻ്റെ ചെറിയൊരു അനുഭവം പറയാം. ഞാൻ 2024 720 മാർക്ക് വാങ്ങിയ ആളാണ്. ഞാൻ നീറ്റ് എഴുതുന്ന സമയത്ത് എനിക്ക് ഫിസിക്സിലെ ആദ്യത്തെ 4 ചോദ്യങ്ങൾ 4 അറിയാത്തതായിരുന്നു. ഫസ്റ്റ് എനിക്ക് കണ്ടപ്പോൾ 4 കിട്ടില്ലായിരുന്നു. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നാൽ പേടിക്കേണ്ട. നിങ്ങൾ ഒരുപാട് കാലം എത്രയോ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട്, ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ആ എഫേർട്ടിൻ്റെ എല്ലാ റിസൾട്ടും നിങ്ങൾക്ക് നാളെ കിട്ടും, ഉറപ്പാണ്. നല്ല കോൺഫിഡൻസോടുകൂടി കൂളായിട്ട് പോയി എഴുതുക. ഓൾ ദി ബെസ്റ്റ്. നീറ്റ് കിട്ടും. നാളെയാണല്ലോ നീറ്റ് എക്സാം. ഓൾറെഡി നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കുകളും പഠിച്ചു കഴിഞ്ഞിരിക്കും. ചുരുക്കം ചില ടോപ്പിക്കുകൾ മാത്രം ബാക്കിയിരിക്കും. അതിൽ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാതെ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ വൃത്തിയായി റിവൈസ് ചെയ്ത് നാളത്തെ എക്സാം ഉഷാറായിട്ട് എഴുതുക. പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എക്സാം ഹാളിലേക്ക് വൈകി എത്തുന്ന കാര്യം. അധികം വൈകാനൊന്നും നിൽക്കണ്ട, നേരത്തെ തന്നെ എക്സാം ഹാളിലേക്ക് എത്തിച്ചേരുക. കാരണം കൂടുതൽ വൈകും തോറും അത് ടെൻഷൻ ഉണ്ടാക്കാൻ കാരണമാകും. ടെൻഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ പറയണ്ടല്ലോ, എക്സാം അത്ര വൃത്തിയായി നമുക്ക് വിചാരിച്ച പോലെ എഴുതാൻ കഴിയില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നാളത്തെ എക്സാം നിങ്ങൾ ഉഷാറായി എഴുതുക. ആൻഡ് വിഷിംഗ് യു ഓൾ ദി ബെസ്റ്റ് ഗൈസ്. അപ്പോൾ നിങ്ങളുടെ ഏറ്റവും വലിയ ഡ്രീമായ MBBS എന്ന ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് വേറെ ഒരു ദിവസം കൂടെ ഉള്ളൂ. നിങ്ങളെല്ലാം പഠിച്ചിട്ടുണ്ട്, അടിപൊളിയായിട്ട് എക്സാം എഴുതാൻ പറ്റൂ കേട്ടോ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നാളെയാണ് നീറ്റ് എക്സാം. നല്ല ടെൻഷനിലായിരിക്കും എന്നറിയാം. നമ്മളിതൊക്കെ കഴിഞ്ഞ് തന്നെയാണ് വന്നത്. അപ്പോൾ ഇനിയുള്ളൊരു കുറച്ച് മണിക്കൂർ ഓൾറെഡി പഠിച്ച ടോപ്പിക്കുകൾ നല്ലോണം റിവിഷൻ ചെയ്യുക, സെറ്റാക്കുക. 2026 നീറ്റ് എക്സാം നിങ്ങളുടെ സ്വന്തമാക്കുക. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. ഞാനും നിങ്ങളെല്ലാവരെയും പോലെ ഈ ക്ലോക്ക് ടവർ ഒരുപാട് കാലം സ്വപ്നം കണ്ടു നടന്ന ഒരാളാണ്. ഇപ്പോൾ ഈ ക്ലോക്ക് ടവറിന് മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. നാളെ നീറ്റ് എക്സാം ആണല്ലോ. എല്ലാവരും ഒരുപാട് മോക്ക് ടെസ്റ്റുകളൊക്കെ എഴുതി നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്തിട്ടാണ് ഉണ്ടാവുകയെന്ന് വിശ്വസിക്കുകയാണ്. ഒരുപക്ഷെ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകളിൽ കുറച്ച് മാർക്ക് കുറവായിരിക്കും, പക്ഷേ പേടിക്കേണ്ടതില്ല. നിങ്ങൾക്ക് നീറ്റ് എക്സാം നല്ല രീതിയിൽ തന്നെ എഴുതാൻ സാധിക്കും, നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് എഴുതിയ എക്സാമുകളിൽ വെച്ച് ഏറ്റവും നല്ല മാർക്ക് കിട്ടിയത് നീറ്റ് എക്സാമിനായിരുന്നു. അതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും സാധിക്കും. എല്ലാവർക്കും നീറ്റ് എക്സാം നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ കഴിയട്ടെ, നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ നാളെയാണ് നീറ്റ് എക്സാം. എല്ലാവരും എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇനി ഒന്നും ഇതിൽ കൂടുതലൊന്നും നിങ്ങൾക്ക് പഠിക്കാനില്ല. ആവശ്യത്തിന് മോക്ക് ടെസ്റ്റ് നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, എല്ലാം തന്നെ പഠിച്ചിട്ടുണ്ട്. ഇനി ആരും ഉറക്കം ഇളക്കിയോ ടെൻഷൻ ആവുകയോ ഒന്നിൻ്റെ ആവശ്യമില്ല. എല്ലാവരും ഇന്ന് രാത്രി നന്നായിട്ട് ഉറങ്ങുക, നന്നായിട്ട് ഭക്ഷണം കഴിക്കുക, വെള്ളം കുടിക്കുക. ഫുൾ കോൺഫിഡൻസിൽ പോയി നാളെ നീറ്റ് എക്സാം എഴുതുക. നിങ്ങൾക്ക് നീറ്റ് കിട്ടുക തന്നെ ചെയ്യും. ഫുൾ കോൺഫിഡൻസിലിരിക്കുക. ഓൾ ദി ബെസ്റ്റ്.